നമസ്കാരം. അധികാരം പോയതോടെ നിലനിൽപ്പ് അപകടത്തിലായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം കളിക്കാൻ അത്യാവശ്യമായി ഒരു കാര്യം വേണം, ഒരു രക്തസാക്ഷി. സഹതാപം പിടിച്ചുപറ്റി വീണ്ടും പഴയ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടി പാവപ്പെട്ട അണികളെയും ചെറുപ്പക്കാരെയും തെരുവിൽ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്ന CPM-ന്റെ ക്രൂരമായ രാഷ്ട്രീയം പിന്നെയും പാളി. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസുകാരനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ ഒടുവിൽ പോലീസ് വലയിലാക്കി. കാട്ടാക്കടയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന SFI പ്രവർത്തകൻ അല്ലമീനെയാണ് കന്റോൺമെന്റ് പോലീസ് കൃത്യമായി പൊക്കിയത്. പ്രതിയെ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അകത്തിടുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബാരിക്കേഡുകൾ കൂട്ടിക്കെട്ടുന്ന വടം മുറിക്കാനും പോലീസിനെ ആക്രമിക്കാനും ഇവർ തന്നെയാണ് ബ്ലേഡ് കൊണ്ടുവന്നതെന്ന് CCTV ദൃശ്യങ്ങളും പോലീസ് ക്യാമറകളും പരിശോധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതുമാത്രമാണ് ഉദ്ദേശമെന്ന് കരുതാനാകില്ല. ഈ അക്രമ സംഭവത്തോടെ സ്വന്തം ഭാവി ജീവിതം ഇരുട്ടിലാക്കാൻ പോകുന്നത് ആ അണികളായ യുവാക്കളുടെ മാത്രമാണെന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം ഇരട്ടത്താപ്പ് പുറത്തുവരുന്നത്. ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ മുന്നിൽ നിന്ന് ആഹ്വാനം നടത്തിയതും ബാരിക്കേഡ് തകർക്കാൻ ഓർഡർ ഇട്ടതും മുതിർന്ന നേതാക്കളാണ്. എന്നാൽ ഇപ്പോൾ നിയമത്തിന് മുന്നിൽ കുടുങ്ങി ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കാൻ പോകുന്നത് അണികളാണ്. നമുക്കറിയാം, ED ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുന്ന അണികളുടെ കാര്യം ഇപ്പോൾ അതീവ കഷ്ടത്തിലാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവർക്ക് നേരെയും ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത തവണയും അക്രമം അഴിച്ചുവിടാൻ നേതാക്കൾ അടുത്ത ഗ്രൂപ്പ് ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾ നടന്ന ഉടൻ തന്നെ പോലീസുകാർ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ക്യാമറകൾക്ക് മുന്നിൽ വന്ന് വൻതോതിൽ പ്രസ്താവനകൾ നടത്തിയ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ എവിടെയും കാണാനില്ല. സത്യാവസ്ഥ ഓരോന്നായി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ സ്വന്തം സംഘടനയിലെ ഗുണ്ട തന്നെയാണ് ബ്ലേഡുമായി വന്നതെന്ന് ഉറപ്പായപ്പോൾ മുഹമ്മദ് റിയാസ് ഇപ്പോൾ വായ തുറക്കുന്നതേയില്ല. വടികൊടുത്ത് അടിമേടി സ്വഭാവം ഈ സംഘടന എന്നാണ് നിർത്തുക? പോലീസിന് നിയമപരമായി ഉപയോഗിക്കാൻ ലാത്തിയും തോക്കുമൊക്കെയുണ്ട്. അവർക്ക് ബ്ലേഡിന്റെ യാതൊരുവിധ ആവശ്യവുമില്ല. ബ്ലേഡും കൊണ്ടുവന്ന് സമരം ചെയ്യുന്നത് ഈ നാട്ടിലെ പുതിയ രീതിയാണ്. ആ പണി ഇവിടെ നടക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് 24 മണിക്കൂറിനകം പ്രതിയെ കാട്ടാക്കടയിൽ നിന്ന് പോലീസ് വലയിലാക്കുന്നത്. രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തെരുവിൽ ഹോമിക്കുന്ന ഈ അണികൾ എന്നാണ് ഇനി ബോധമുള്ളവരാകുന്നത്? നിങ്ങളുടെ കേസ് നടത്താനോ നിങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാനോ ഈ പറയുന്ന നേതാക്കളോ മുഹമ്മദ് റിയാസോ ഒന്നും വരാൻ പോകുന്നില്ല. ഭരണം മാറിയ സ്ഥിതിക്ക് നിയമം അതിന്റെ ശക്തമായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. പൊതുമുതൽ നശിപ്പിച്ചും പോലീസിനെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചും വിപ്ലവം കളിക്കാൻ നോക്കിയാൽ ഒരെണ്ണം പോലും പുറത്തിറങ്ങാത്ത രീതിയിലുള്ള നടപടികളാണ് പുതിയ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ അക്രമം നടത്തിയും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചും പോലീസിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കിയ SFIയുടെ സകല വേലകളും ദൃശ്യങ്ങൾ സഹിതം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി യുവാക്കളുടെ ഭാവി തകർക്കുന്ന ഈ രീതി പൊതുസമൂഹം വെറുപ്പോടെയാണ് കാണുന്നത്. അക്രമികളെ വെറുതെ വിടാതെ കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്തിക്കുന്ന പോലീസിന്റെ നീക്കങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇടതുപക്ഷം അവരുടെ അക്രമ രാഷ്ട്രീയം ഇനിയെങ്കിലും നിർത്തുമെന്ന് പ്രതീക്ഷിക്കാം.